ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലെങ്കിലും എൻ്റെ സ്കൂൾ ഓർമ്മകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകളാണ്. ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സ്കൂളിൽ തിരിച്ചെത്തിയിരുന്ന ആളാണ്. എൻ്റെ വീട് അത്ര അടുത്താണ് സ്കൂളുമായി. വീടിൻ്റെ മുറ്റത്ത് നിന്ന് സ്കൂൾ കാണായിരുന്നു. എന്നാൽ പോലും ചില ദിവസങ്ങളിൽ ഞാൻ സ്കൂളിൽ തന്നെ നിൽക്കും. ഇനി ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചെത്തിയാലും വേഗം കഞ്ഞിപ്പരയിൽ പോയി നോക്കും. കാരണം അന്ന് വിളമ്പി ബാക്കിയായ കഞ്ഞിപ്പയറുണ്ടോ, മിക്ക ദിവസവും ഉണ്ടാവില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്. കഞ്ഞിപ്പയറിൻ്റെ രുചി അത്രക്ക് ഇപ്പോഴും വലിയ രസമുള്ളൊരു ഓർമ്മയാണ്. പക്ഷേ പിന്നെ നമുക്ക് വേറെ ഭക്ഷണങ്ങളും സമൃദ്ധമായ ഉച്ചയൂണും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇത്തരം കാര്യങ്ങളോട് ചിലപ്പോൾ ഒരു ആകർഷണം ഉണ്ടാകും. പക്ഷേ ഇത് തന്നെ വലിയ കാര്യമായി കാണുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്കൂളിൽ. ഞാൻ സർക്കാർ സ്കൂൾ പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കഞ്ഞിപ്പയറിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ്. അത് കഞ്ഞിപ്പയർ മോശമായിട്ടല്ല, കുറച്ചുകൂടി നല്ല വിഭവങ്ങൾ ഉണ്ടാവണം. അങ്ങനെ സ്കൂളുകളിലൊക്കെ PTകൾ തന്നെ ഇടപെട്ട് നല്ല ഭക്ഷണം ഉണ്ടാവാൻ തുടങ്ങി. കറികളും കൂട്ടുകറികളും ഉണ്ടാവാൻ തുടങ്ങി. കുട്ടികൾ കൂടുതൽ സന്തോഷിക്കാനും തുടങ്ങി. കേരളം കാലങ്ങളായി ആർജിച്ചെടുത്ത ഒരു വലിയ നേട്ടങ്ങളിൽ ഒന്നാണത്, സംശയമില്ല. ഇപ്പോഴും നോർത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മിഡ് ഡേ മീൽ എത്ര പരിതാപകരമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. കേരളത്തിലെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു പരിഷ്കരിക്കുകയാണെന്ന്. വളരെ നല്ലൊരു പ്രഖ്യാപനമാണ്. എല്ലാവരും ആഘോഷിച്ചു. അതിനിടയിലൂടെ PR നെറേറ്റീവുകൾ വന്നു. ഇടത് അൾട്ടർനേറ്റീവ്, ലെഫ്റ്റ് അൾട്ടർനേറ്റീവ്, പിണറായി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം, കയ്യടികളായിരുന്നു, കരഘോഷങ്ങളായിരുന്നു, ക്രെഡിറ്റ് എടുക്കലായിരുന്നു. ഇതൊക്കെ ഈ കയ്യടികളും തള്ളുകളും ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വകുപ്പ് മന്ത്രി പറയാണ് അത് പിന്നെ മെനു പരിഷ്കരിക്കും, പക്ഷെ അതിനൊരു ചിലവ് പ്രധാന അധ്യാപകർ കണ്ടെത്തണം. നിലവിൽ പല സ്കൂളുകളും, ഒരു ഒട്ടുമിക്ക സ്കൂളുകളും PTA വിഷയം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് സർക്കാർ എടുത്ത് പിന്നെ പതുക്കെ പറയുകയാണ് പ്രധാനാധ്യാപകരിൻ്റെ ചിലവ് കണ്ടെത്തണം. അപ്പോൾ സർക്കാർ ഈ ക്രെഡിറ്റ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വിദ്യാഭ്യാസ മേഖല നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നൊരു സെക്ടറാണ് കേരളം. മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും ഈ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പിൽ. ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എന്ന് അവകാശപ്പെടാൻ നിർവാഹമില്ല, ഇരിക്കട്ടെ. അതേപോലെ വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ആരോഗ്യ മേഖല. ആരോഗ്യരംഗം കേരളം മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും മുന്നിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് മാത്രമല്ല, പല സൂചികകളിലും കേരളമാണ് ഇപ്പോഴും ഫോർറണ്ണർ. അഭിമാനിക്കാനുള്ള ഒരു നേട്ടം കുറേ കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായൊരു പ്രശ്നം കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുതരമായൊരു പ്രശ്നം പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ഇടത് സഹയാത്രികനായ ഡോക്ടർ തന്നെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു മെഡിക്കൽ കോളേജിലെ ഒരു വളരെ പരിതാപകരമായ അവസ്ഥ പുറം ലോകത്തെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ മതിയായ സൗകര്യങ്ങളില്ല, മിഷനറി ഫെസിലിറ്റീസ് ഇല്ല. പലപ്പോഴും രോഗികളുടെ ബന്ധുക്കൾ തന്നെ പിരിവിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട സാഹചര്യമാണെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. 400 കോടി രൂപ ബജറ്റിൽ സർക്കാർ നീക്കിവെച്ചു എന്നാണ് പറയുന്നത്. അതിൽ 254.35 കോടി രൂപയാണ് സർക്കാർ ചിലവഴിച്ചത്. ബാക്കി 145.65 കോടി എവിടെ? പിണറായി സർക്കാരിൻ്റെ 9ാം വാർഷികം അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ 100 കണക്കിന് കോടി രൂപ മാറ്റിവെച്ച് ഹോൾഡിങ്ങുകളും ഫ്ലെക്സുകളും വെച്ച് PR നറേറ്റീവുകൾ ഉണ്ടാക്കി ഈ പ്രയോറിറ്റി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു വെൽഫെയർ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യവും. അതിൽ തന്നെ ആരോഗ്യമാണ്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക്, താലൂക്ക് ആശുപത്രികളിലേക്ക്, ജനറൽ ആശുപത്രികൾക്ക്, ജില്ലാ ആശുപത്രികളിലേക്ക്, മെഡിക്കൽ കോളേജുകളിലേക്ക് വരുന്ന പാവപ്പെട്ട രോഗികൾ മരുന്ന് കിട്ടുന്നില്ല, അവർക്ക് അവിടെ എക്യുപ്മെൻറ്റുകളില്ല, മറ്റ് ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. നമ്മൾ ആരോഗ്യരംഗത്ത് എത്ര മുന്നിലാണെന്ന് പറഞ്ഞിട്ടും നീതി ആയോഗിൻ്റെയോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സിൻ്റെ കണക്കുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം, ഒക്കെ ശരി തന്നെ. എന്ന് കരുതി കെടുകാര്യസ്ഥതക്കോ വീഴ്ചക്കോ യാതൊരു തരത്തിലുള്ള പഴുതുമില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. അത് മനസ്സിലാക്കണം സർക്കാർ. ഇതിൽ ന്യായീകരണങ്ങളില്ല, ഇത് പരിഹരിക്കണം. ഇത് വലിയ വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഇത്രയും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നം ഇവിടെ ഉണ്ടാകുമ്പോഴും സർക്കാർ ഈ സുംബ എന്നൊക്കെ പറയുന്ന വിവാദത്തിൻ്റെ പിന്നിൽ പോവുകയാണ്. അങ്ങനെ വിവാദമുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി പല സ്റ്റേക്ക് ഹോൾഡേഴ്സും അല്ലാത്തവരും അതിൽ വന്ന് ബഹളം വെച്ച് ഇനി അതിൽ കക്ഷിയും ചേർന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. കുട്ടികൾ വ്യായാമമൊക്കെ ചെയ്ത് വിനോദമൊക്കെ ആസ്വദിച്ച് പഠിച്ച് മിടുക്കരായി വളരട്ടെ, അതിലൊന്നും സംശയമില്ല.
ആരെങ്കിലും എന്തെങ്കിലും ഒരു ആശങ്കയോ സംശയമോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ നടത്തുമ്പോഴേക്കും അത് പെരുപ്പിച്ച് കാട്ടി ജീവന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സർക്കാർ ആഗ്രഹിക്കുമ്പോൾ അതിന് കുടപിടിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ചൂരൽമലയിലെ വിഷയം വേറെയാണ്. ആയിരക്കണക്കിന് കോടി രൂപയാണല്ലോ സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചെടുത്തത്. ചൂരൽമലയിലെ പാവപ്പെട്ട ആളുകളെ എങ്ങനെയാണ് സർക്കാർ പുനരധിവസിപ്പിക്കാൻ പോകുന്നത്? വീണ്ടും അവിടെ മലവെള്ളപ്പാച്ചിലുണ്ടാവുകയാണ്, ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടാവുകയാണ്. സർക്കാരിൻ്റെ പ്രയോറിറ്റി എവിടെ? സർക്കാർ ആരുടെ മുഖം മിനുക്കുന്ന നടപടികളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്? എന്താണ് സർക്കാരിൻ്റെ ആവശ്യം? പിണറായി സർക്കാരിൻ്റെ ആവശ്യം എന്താണ്? ഈ PR നരേറ്റീവുകൾക്ക് പണം പമ്പ് ചെയ്ത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ഈ റിസോഴ്സുകളൊക്കെ ഡീവിയേറ്റ് ചെയ്ത് ഇത് ആകെ താറുമാറാക്കാവുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ നേട്ടമല്ല. കാലങ്ങളായി ഇവിടുത്തെ പല സർക്കാരുകൾ, പല പോളിസി മേക്കേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റവും പുരോഗതിയുമാണ്. അത് ഈ പറഞ്ഞതുപോലെ കെടുകാര്യസ്ഥതയുടെയും പ്രയോറിറ്റി വേറെ സ്ഥലങ്ങളിലാകുന്നതിൻ്റെയും വീഴ്ചകളുടെ ഭാഗമായി തകർന്നു പോകുന്നത് ഒരിക്കലും ഈ നാടിന് ഭൂഷണമല്ല. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന്, ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതും ജനങ്ങളുടെ ശ്രദ്ധ തിരിയുന്നതും ഒരു കാരണവശാലും അനുവദിക്കാനും അംഗീകരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന കെടുകാര്യസ്ഥതകൾ പരിഹരിക്കപ്പെടണം. വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകരുടെ നിയമനങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടാകുന്നുണ്ട്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ പലപ്പോഴും വലിയ വീഴ്ച ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ 4-5 സ്കൂളുകൾ എടുത്തുയർത്തി പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആകുന്നു, ഇൻ്റർനാഷണൽ നിലവാരത്തിലാകുന്നു എന്ന് ആഘോഷിച്ച് തീരുന്നില്ല. എല്ലാ സർക്കാർ മേഖലാ സ്ഥാപനങ്ങളും ഈ തരത്തിലേക്ക് ഇൻഫ്രാസ്ട്രക്ചറിലും നമ്മുടെ പോളിസികളിലും ഒക്കെ പുരോഗതി കൈവരിക്കേണ്ടതുണ്ട്. അത് കഴിയുന്നതുവരെ നമ്മൾ ചെയ്ത 1-2 കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ച് ആഘോഷിച്ച് അത് ക്യാഷ് ഇൻ ചെയ്യുക എന്നുള്ള നടപടിയിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു വെൽഫെയർ ഗവൺമെൻറ്റിൻ്റെ ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ 9ാം വർഷം അല്ലെങ്കിൽ 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വർഷം ഇത്ര വിപുലമായി ആഘോഷിച്ച് മുന്നോട്ട് വെച്ച മുഴുവൻ വ്യവഹാരങ്ങൾക്കും മുന്നിൽ പല്ലിളിച്ച് നിൽക്കുന്നൊരു സത്യമായി ഈ ഡോക്ടർ ഹാരിസിൻ്റെ തുറന്നു പറച്ചിലുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത് എന്നൊന്ന് കാണാം.